പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണിയിലെ 6-ാമത്തെ ദിവസമാണ്. നമ്മളെല്ലാവരും 30 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് നാം നന്ദിപൂർവ്വം ഓർക്കുന്നത് നമ്മുടെ പ്രകൃതിയെയാണ്. ഡേ 6, ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ നേച്ചർ. നേച്ചർ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഫോർ ഓൾ. നമുക്കറിയാലോ, നമുക്ക് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു സമ്മാനമാണ് പ്രകൃതി എന്നത്. അപ്പോൾ പ്രകൃതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ വരുന്നത്? ഒന്ന് കണ്ണടച്ച് ചിന്തിച്ച് നോക്കൂ. മഴയാണോ, പുഴകളാണോ, പൂക്കളാണോ? പ്രകൃതി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? മലകളാണോ? നമ്മൾ ഹൃദയം നിറഞ്ഞ് നമുക്ക് സന്തോഷം തരുന്ന നമ്മുടെ ചുറ്റുപാടുമാണ് പ്രകൃതി, അല്ലേ? ചിലപ്പോൾ ഒരു പൂവിൽ വന്ന് പൂന്തേൻ കുടിക്കുന്ന പൂമ്പാറ്റയാകാം, വണ്ടാവാം, മഴയാകാം. നമ്മൾക്ക് കണ്ണിന് കുളിർമയേകുന്ന എന്തോ അതാണ് നമ്മുടെ പ്രകൃതി ചിലപ്പോൾ, അല്ലേ? അല്ലെങ്കിൽ കാറ്റാകാം, നമ്മളെ തൊട്ട് തലോടിപ്പോകുന്ന കാറ്റ്, നമ്മൾ സ്നേഹപൂർവ്വം സ്പർശിക്കുന്ന മഴ. എത്രയെത്ര ഓർമ്മകളാണല്ലേ പ്രകൃതിയെക്കുറിച്ച്. നമ്മൾ പ്രകൃതിയെക്കുറിച്ച് നന്ദിപൂർവ്വം ഓർക്കേണ്ടതല്ലേ? ഇന്ന് നമുക്ക് പ്രകൃതിക്കായി ഹൃദയം നിറഞ്ഞ നന്ദി പറയാം. പ്രകൃതി നമ്മുടെ ജീവിതത്തിന് സൗന്ദര്യവും സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു അമൂല്യമായ സമ്മാനമാണ്. ഉദിക്കുന്ന സൂര്യൻ മുതൽ രാത്രിയിലെ നക്ഷത്രങ്ങൾ വരെ, പച്ചപ്പാർന്ന മരങ്ങൾ മുതൽ നിറമാർന്ന പൂക്കൾ വരെ, പ്രകൃതി ഓരോ ദിവസവും നമ്മെ അത്ഭുതപ്പെടുത്തുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ അഫർമേഷൻ പറയാമേ? I am grateful for the beauty, peace, and abundance of nature. I appreciate and respect the nature world around me. ഞാൻ എൻ്റെ ചുറ്റുമുള്ള പ്രകൃതിയെ നന്ദിയോടുകൂടി ഓർക്കുന്നു. നമുക്ക് ചുറ്റും എത്രയെത്ര അത്ഭുതങ്ങളാണ് എന്നും നടക്കുന്നത്. നാം ശ്വസിക്കുന്ന വായു, നമ്മൾ നന്ദി പറയാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് നമ്മൾ ശ്വസിക്കുന്ന വായുവിനോടല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും ഓർമ്മ വരും, നമ്മെ ഉന്മേഷവാനാക്കുന്ന സൂര്യപ്രകാശമോ? ഞാൻ ശ്വസിക്കുന്ന ശുദ്ധവായുവിനും എന്നെ ഉന്മേഷവാനാക്കുന്ന സൂര്യപ്രകാശത്തിനും മനസ്സിനെ ശാന്തമാക്കുന്ന കാറ്റിനും ഞാൻ നന്ദിയുള്ളവനാണ്. നാം നിവർന്നു നിൽക്കുന്ന മണ്ണോ, ഭൂമിയോ, നമുക്ക് കുളിർമയേകുന്ന കാറ്റ്, ജലാശയങ്ങൾ, സമുദ്രങ്ങൾ, പക്ഷികളുടെ മധുരഗാനം, മഴയുടെ സംഗീതം, പൂക്കളുടെ സുഗന്ധം, ഇവയെല്ലാം ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നില്ലേ? നമുക്കിവരെല്ലാവരോടും ഇവയോടെ എല്ലാവരോടും നന്ദി പറയാം. ഓരോ സൂര്യോദയവും പുതിയ പ്രതീക്ഷകൾ നൽകുന്നു. ഇന്നത്തെ റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻ എന്താണെന്ന് കേൾക്കാം. വാട്ട് ഈസ് മൈ ഫേവറേറ്റ് തിങ് അബൌട്ട് നേച്ചർ? ഞാൻ പ്രകൃതിയിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? പൂക്കളാകാം, പുഴകളാകാം, അല്ലെങ്കിൽ നമ്മളോട് കുശലം പറയാൻ വരുന്ന ചെറിയ പൂമ്പാറ്റങ്ങളാകാം, അണ്ണാറക്കണ്ണന്മാരാകാം. വെൻ ഡു യു ഫീൽ മോസ്റ്റ് കണക്റ്റഡ് ടു നേച്ചർ? എപ്പോഴാണ് നിങ്ങൾ ഏറ്റവും പ്രകൃതിയായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത്? ഞാൻ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രകൃതിയായിട്ട് കണക്റ്റഡ് ആവുന്നതെന്നറിയാമോ? ചില സമയങ്ങളിൽ നമ്മൾ ജനലിലൂടെ നോക്കുമ്പോൾ നമ്മുടെ മുറ്റത്ത് തെങ്ങിൻ്റെ മേലെ കൂടെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഓരോ ഈ ഓലയല്ലേ അതിൻ്റെ മേലെ കൂടെ ചാടിക്കളിക്കുന്ന അണ്ണാന്മാർ, അതുപോലെ ഇങ്ങനെ മൈന, നമ്മളോട് സംസാരിക്കുന്ന മൈനകൾ, അതുപോലെ ചില സമയത്ത് ചില ചിൽ ശബ്ദം ഉണ്ടാക്കുന്ന കിളികളില്ലേ, കുരുവികൾ, ബുൾബുൾ, ഇവരെയൊക്കെ കാണുമ്പോഴല്ലേ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഞാനിങ്ങനെ തെങ്ങിൻ്റെ ഓലയുടെ മേലെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന അണ്ണാന്മാരെ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. അതുപോലെ ഓല ഇളകണത് നോക്കിയിരിക്കാറുണ്ട്. പ്രകൃതി എന്ന് പറയുമ്പോൾ നമുക്ക് അഭേദ്യമായിട്ടുള്ള ബന്ധമാണ് ഉള്ളതല്ലേ. നമ്മളും പ്രകൃതിയും വ്യത്യസ്തമൊന്നുമല്ല. ഇപ്പോൾ ഫ്ലാറ്റിലിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത് വലിയ ആകാശവും അതുപോലെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൻ്റെ മുകളിലിരിക്കുന്ന പ്രാവുകളെയാണ്. ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാണാം, ചിലപ്പോൾ കൂട്ടമായിരിക്കുന്ന കാണാം. ചില സമയത്ത് അസ്തമയവും ഉദയവും ഞാൻ ഈ പ്രാവുകളെ നോക്കിയിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്.
സൂര്യൻ ഉദിക്കാറാവുമ്പോഴേക്കും ഇവരെല്ലാം പോയിട്ടുണ്ടാവും. സൂര്യൻ അസ്തമിക്കാറാവുമ്പോഴേക്കും ഇവരെല്ലാം വന്നിട്ടുണ്ടാകും. എന്ത് രസമാണ് ഇങ്ങനെ പ്രകൃതിയെ നോക്കിയിരിക്കാൻ അല്ലേ? ഹൗ ക്യാൻ ഐ സ്പെൻഡ് മോർ ടൈം അപ്രീഷിയേറ്റിംഗ് നേച്ചർ ഇൻ ദ വേൾഡ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതുപോലെ പ്രകൃതിയെ അപ്രീഷിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റുന്നത്? നമ്മൾ നടക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ കാണാം അല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ പ്രകൃതിയായിട്ട് നാട്ടിൻപുറങ്ങളിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഫ്ലാറ്റ് ജീവിതവും ഞാൻ പറഞ്ഞു, നാട്ടിൻപുറത്തെ ജീവിതവും ഇതുപോലെ തന്നെ. നാട്ടിലൊക്കെ ആണെങ്കിൽ എത്ര എത്ര പൂക്കളും അതുപോലെ മരങ്ങളും കാണാൻ പറ്റുമല്ലേ? നമ്മൾ ഈ മലയോരങ്ങളിൽ അല്ലെങ്കിൽ ധാരാളം മലകളും ചെടികളും ഒക്കെ ഉള്ള സ്ഥലത്ത് ടൂറൊക്കെ പോകുമ്പോൾ നമ്മൾ പലതരം ചെടികളെ കാണാൻ പറ്റുമല്ലേ? അതുപോലെ ബീച്ചിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ മേല് നമ്മുടെ വെള്ളം ഇങ്ങനെ തെറിപ്പിക്കില്ലേ? ഇപ്പോൾ ആ ഒരു ഫീല് വരുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ കാലിൽ വെള്ളം തൊട്ട് പോകുന്നതും ആ ഒരു സോൾട്ട് വാട്ടർ പെട്ടെന്ന് മുഖത്തടിക്കുമ്പോഴുള്ളൊരു ഫീല്. സൺസെറ്റ് കാണാൻ പോകാറുണ്ടോ ബീച്ചിൽ? ഒന്ന് ഓർത്ത് നോക്കി, എന്ത് രസമല്ലേ? സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ നന്ദി പറയുന്നത് ചുരുക്കാണല്ലേ. ചില സമയത്ത് നന്ദിയോടെ കൂടി ഓർക്കുന്നുണ്ടെങ്കിലും നന്ദി അറിഞ്ഞുകൊണ്ട് പറയാറില്ല. അപ്പോൾ നമുക്കിപ്പോൾ പറയാം, ഓരോ സൂര്യോദയവും പുതിയ പ്രതീക്ഷകൾ നൽകുന്നു. ഓരോ സൂര്യാസ്തമയവും നന്ദിയോടെ ദിവസം അവസാനിപ്പിക്കാൻ നമ്മെ ഓർക്കുന്നു. കാലാവസ്ഥകളുടെ മാറ്റങ്ങൾ വളർച്ചയുടെയും ക്ഷമയുടെയും പുതുക്കലിൻ്റെയും പാഠങ്ങൾ പഠിപ്പിക്കുന്നു. ചില പ്രതിസന്ധികൾ ഉണ്ടാവാറില്ലേ ജീവിതത്തിൽ? അതുപോലെ ഒരു കൊടുങ്കാറ്റിന് ശേഷവും പ്രകൃതി വീണ്ടും പൂക്കുന്നത് പോലെ ജീവിതത്തിലും ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് ശേഷം പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ പ്രകൃതി നമ്മിൽ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയെ നന്ദിയോടുകൂടി ഓർക്കാം. ഇന്ന് ഞാൻ എൻ്റെ ചുറ്റുമുള്ള പ്രകൃതിയുടെ ചില ചെറിയ അത്ഭുതങ്ങളെ ശ്രദ്ധിക്കാൻ തിരഞ്ഞെടുക്കുന്നു. ചെറിയ ചെറിയ അത്ഭുതങ്ങൾ, പൂക്കൾ വിരിയുന്നതാകട്ടെ, വണ്ടുകൾ പൂവിന് ചുറ്റും പാട്ടുകൾ പാടി മൂളുന്നതാവട്ടെ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർക്കുക. നന്ദിയോടുകൂടി ഈ അസുലഭ നിമിഷങ്ങളെ നമ്മൾക്ക് മുൻപിൽ കാത്തുവെച്ച പ്രകൃതിക്ക് നന്ദി പറയാം. ഒരു പൂവിൻ്റെ ഭംഗി, മരങ്ങളുടെ നിഴൽ, മഴത്തുള്ളികളുടെ തണുപ്പ്, ആകാശത്തിൻ്റെ വിശാലത, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ തന്നെയല്ലേ? ഈ അനുഗ്രഹങ്ങളെയെല്ലാം നന്ദിയോടുകൂടി ഓർക്കാം. ടുഡേസ് ഗ്രാറ്റിറ്റ്യൂഡ് കോഡ്: നേച്ചർ ഇസ് എ ഗിഫ്റ്റ് ദാറ്റ് ഇൻസ്പയർസ് ഗ്രാറ്റിറ്റ്യൂഡ്, ബ്രിങ്സ് പീസ് ടു ദ സോൾ ആൻഡ് റിമൈൻഡ്സ് us ഓഫ് ലൈഫ് സിമ്പിൾ ബ്യൂട്ടി. ജീവിതത്തിലെ ലളിതമായ സൗന്ദര്യം എന്തെന്നും എങ്ങനെ അതിനെ കൂടുതൽ പരിപോഷിപ്പിക്കണമെന്നും പ്രകൃതി നമ്മെ ഓർമ്മിപ്പിക്കുന്നു അല്ലേ? പലപ്പോഴും ലോകത്തിൻ്റെ തിരക്കുകളിൽപ്പെട്ട് നാം പ്രകൃതിയെ അറിയാൻ മറന്നു പോകാറുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞ സ്ഥലങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ സഞ്ചരിച്ചു എന്ന് കരുതുന്നു. മഴ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? ചില സമയത്ത് ചിലരോട് മഴയുടെ കാര്യം പറഞ്ഞ് പേടിയാകുന്നു എന്ന് പറയല്ലേ. ഇടിവെട്ട് വരുമ്പോൾ പേടിയാണ്, മഴ കൂടുതൽ പെയ്യുമ്പോഴും പേടിയാണ്. അങ്ങനെ വിവിധ വികാരങ്ങളും ഓർമ്മകളാണ് മഴയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. എന്നാലും എല്ലാം പാഠങ്ങളായി ഉൾക്കൊണ്ട് നന്മയെ മാത്രം ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് പ്രകൃതി നമ്മൾക്ക് തന്ന അനുഗ്രഹങ്ങളെയെല്ലാം തന്നെ നന്ദിയോടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ അനുഗ്രഹമായി മാറിയ പ്രകൃതിക്ക് നന്ദി പറയാം. ഇന്ന് 6ാമത്തെ ദിവസം. നാളെ പുതിയൊരു ടോപ്പിക്കുമായി നിങ്ങളുടെ മുമ്പിൽ വരാം. ഒരുപാട് നന്ദി എന്നെ കേട്ടതിനും എൻ്റെ വീഡിയോകൾ സ്വീകരിക്കുന്നതിനും. ജിത.